ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. വിശ്വാസികളുടെ പൂർവ്വ പിതാവെന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാം താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് കൽദിരയുടെ പട്ടണമായ ഊരിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത്. അബ്രഹാമിനോട് പറഞ്ഞ് തൻ്റെ ഊര് വിട്ട് പിതൃപാരമ്പര്യം വിട്ട് ദൈവഭാവത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ്. ഒന്ന് വിഗ്രഹ ആരാധനയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ജീവനുള്ള ദൈവത്തെ, അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ പാതയിൽ ഇറങ്ങിത്തിരിച്ച്, ഒന്ന് ദൈവവിശ്വാസിയാണ്, രണ്ട് ജീവനുള്ള ദൈവത്തെയാണ് അബ്രഹാം കണ്ട് ഇറങ്ങിത്തിരിച്ചത്. കൂടെ സാറയുണ്ട്. ഇവർ രണ്ടുപേരും ദൈവഭാവത്ത് ഇറങ്ങിത്തിരിച്ചെങ്കിലും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് വാഗ്ദത്തപ്രകാരം സന്തതി ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ മണത്തരികളെ പോലെ സ്തോത്രം മക്കളെ ഉളവാക്കി കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. പക്ഷെ അതിന് മുന്നിൽ ദാസിയിൽ നിന്ന് ഒരു മകനെ ലഭിച്ചു. സാറയുടെ വാക്കിനാലാണ് ഈ ദാസിയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചത്. സാറ എന്ന വാക്കിൻ്റെ അർത്ഥം കൽപ്പിക്കുന്നവളെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഗാഹാറിനെയും കുഞ്ഞിനെയും അബ്രഹാം അല്പാടയും കൊടുത്ത് ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് പറഞ്ഞു വിട്ട് മരുഭൂമിയിലേക്ക്. അവർ വളരെ നിലവിളിയോടെ കണ്ണീരോടെ കരഞ്ഞ് മരുഭൂമിയിൽ കടന്നു. ഗാഹാറിന് മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു. അങ്ങനെ കുഞ്ഞിനും ആഹാരം വെള്ളവും കുടിച്ചു. ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാഗാറിന് സ്തോത്രം ദൈവം നീരുറവ തുറന്നു കൊടുത്തു. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിന്നെ ഒരുപക്ഷെ തള്ളിയാലും, ഒരുപക്ഷെ അന്യപ്പെട്ട അനുഭവങ്ങളായിരുന്നാലും, ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരുന്നാലും നിനക്കായി ഉറവ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഉറവ തുറന്നാൽ അതിനെ കല്ലിട്ട് മൂടുവാനോ സാധ്യമില്ല. കാരണം കല്ലും പൊത്ത് പുറത്തു വരുമ്പോൾ ദൈവം അതിശക്തമായ ഉറവയാണ്. ദൈവം അങ്ങനെയുള്ള സാഹചര്യമുള്ള ജീവിതങ്ങൾക്ക് വഴി ഒരുക്കുന്നത്. ഒരുപക്ഷെ ഹാഗർ അബ്രഹാമിനെ കണ്ട് പഠിച്ചതായിരിക്കണം ഈ വിശ്വാസം, അതായത് ദൈവവിശ്വാസം. അതുകൊണ്ടാണ് അവർ ദൈവത്തോട് നിലവിളിച്ചത്. പ്രാർത്ഥനയിൽ ശക്തമായ വിടുതലുകളെ നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നസറേയനായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രൈസ് ദി ലോർഡ് തൻ്റെ പ്രവൃത്തി അവിടെ അയച്ച് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇവിടെ അബ്രഹാമിന് വാഗ്ദത്ത പ്രകാരം ഒരു സന്തതി ജനിച്ചു. അതാണ് ഇസഹാക്ക്. ദാസിയിൽ നിന്ന് ജനിച്ച ഒരു മകനുണ്ട്. ഇങ്ങനെ അബ്രഹാമിന് ജീവിതത്തിൽ വന്ന അനുഭവമായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തെയോ അബ്രഹാമിൻ്റെ പ്രവൃത്തികളോ ദൈവം മറന്നില്ല.
അബ്രഹാം വളരെ വിശ്വാസിയായിരുന്നു. അതായത് ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ളതായ ദൈവം എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. പ്രൊഫസറോട് അതുകൊണ്ട് അബ്രഹാമിനെ ബഹുസമ്പന്നനായി അനുഗ്രഹിച്ചെന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഉണ്ടെന്നാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും പല വിധത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങളും ആലോചനകളും ഒക്കെ പറയുന്നത്. പക്ഷെ യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം അതിൻ്റെതായ രീതിയിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് പൊരുളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തു വന്നാലും ഒരു വലിയ വിശ്വാസമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നത്. ഒന്ന്, അബ്രഹാം പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. വിശ്വാസികളുടെ ഒരു വലിയ ഗണമുണ്ട്, അതിൽപ്പെട്ടതാണ് അബ്രഹാം. പക്ഷെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ്. എന്ന് പറഞ്ഞ വിശ്വാസികളുടെ അപ്പൻ, ബാക്കിയുള്ളവരെല്ലാം മക്കള് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം പോലെ തന്നെയാണ് മക്കള് കണ്ടെത്തേണ്ടത്. അബ്രഹാമിന് എന്തൊക്കെ ഗുണമെന്ന് ചോദിച്ചാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 2, അബ്രഹാമിന്റെ കൂടാരത്തിൽ ദൂതന്മാർ വന്നപ്പോൾ കുനിഞ്ഞ് നമസ്കരിച്ച് ഞങ്ങളെ വീട്ടിൽ പാർത്തിട്ട് പോയാൽ മതി, അവര് സൽക്കരിച്ച വിട്ടത്. സ്വീകരിക്കുന്ന ഒരു സ്വഭാവം, പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, യാഗമർപ്പിക്കുന്ന സ്വഭാവം. ഹല്ലേലൂയ. 1, സ്വീകരിക്കുന്ന സ്വഭാവം, 2, യാഗമർപ്പിക്കുന്ന സ്വഭാവം, 3, അനുസരിക്കുന്ന സ്വഭാവം, 4, ദൈവവുമായി വലിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്റെ മകനെ മോരിയ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കാൻ പറഞ്ഞു. അതുപോലെ അബ്രഹാം വിറവൊക്കെ കീറി മോനെയും കൊണ്ടുപോയി മോരിയ മലയിൽ കൊണ്ടു ചെന്ന് യാഗ വസ്തുവിൽ വിറവെല്ലാം അടക്കി അതിന്മേൽ കിടത്തി മകനെ കത്തിയെടുത്തു തറക്കാനെടുത്തു. അതിന് മുമ്പേ ദൈവം കൈ മേലോട്ട് തട്ടി മാറ്റി. ദൈവം അതിന് പകരം നല്ല ഒരു കൂറ്റനാടിനെ, നല്ല ഗുണമില്ലാത്ത അവിടെ കാട്ടിൽ പിടിക്കപ്പെട്ട് കിടന്നു, അതിന് കൊണ്ടുവന്ന് അതിന് പകരം യാഗം അർപ്പിച്ചു. സ്തോത്രം. മകനും തിരിച്ചു മടങ്ങി വന്നു. സ്തോത്രം. ഇത് വലിയ ഒരു വിശ്വാസമാണ്. ദൈവം പറയുന്ന കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അബ്രഹാം. നേരെ മറിച്ച് അബ്രഹാമിനെ പോലെ ഇന്നുള്ള ആൾക്കാരായിരുന്നെങ്കിൽ മകനെ കൊണ്ടുപോയി സ്തോത്രം കഴുത്താർത്ത് പോന്നിട്ട് വന്നാനെ, ഞാൻ യാഗാർപ്പിച്ചെന്ന് പറഞ്ഞു വന്നാനെ. കാരണം എല്ലാം പെട്ടെന്ന് ഇന്നത്തെ മനുഷ്യരെല്ലാം ചിന്തിക്കുന്നില്ല. ബോധമില്ലാത്ത കുറെ മനുഷ്യർ ഈ ലോകത്തുണ്ട്, വിശ്വാസികളുടെ ലോകത്തിൽ. അബ്രഹാം വളരെ ചിന്തയോടെ, വളരെ വ്യഗ്രതയോടെ, വളരെ മനസ്സിലാക്കി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ വലിയൊരു മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിന് വിശ്വാസികളുടെ പൂർവ്വപിതാവായി ദൈവം അംഗീകരിച്ചിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ, പരിശോധനകളിലൊക്കെ ദൈവത്താൽ പിടിക്കപ്പെട്ട് ദൈവികമായ വിശ്വാസത്തിൽ ഉറച്ച് നിന്നതുകൊണ്ട് അവസാനം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ബഹുസമ്പന്നനായ ദൈവം അനുഗ്രഹിച്ചു. മനുഷ്യനല്ല, മനുഷ്യൻ പലതും കാട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ട് പറയും ദൈവം അനുഗ്രഹിച്ചാണ്. ചില പറയുന്നത് വണ്ടി എടുത്താതെ ദൈവം അനുഗ്രഹിച്ചു, വീട് വെച്ച് അനുഗ്രഹിച്ചു, എൻ്റെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചു. അതൊന്നും അല്ല. സ്തോത്രം. ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹം തന്നെ. ദൈവം വാക്ക് പറഞ്ഞാൽ ദൈവം അതുപോലെ തന്നെ ചെയ്യും.
ഒന്ന്, അബ്രഹാമിന്റെ മനസ്സിൽ യഹോവായ ദൈവത്തിൽ വിശ്വാസം, അടിയുറച്ച വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു അബ്രഹാം, യാഗമർപ്പിക്കുന്നൊരു അബ്രഹാം, വിശ്വാസം ദൈവം എന്ത് പറഞ്ഞാൽ ചെയ്യുവാൻ ഒരുങ്ങുന്നൊരു അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാമിനുള്ള വിശ്വാസത്തിന്റെ ഗുണം കണ്ടതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസിയുടെ പിതാവ് എന്ന് ദൈവം പ്രഖ്യാപിച്ചത്. ഇതുപോലെ ഇന്നത്തെ പുതിയ വിശ്വാസികൾ വളരെ വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും ഉണ്ടെങ്കിലേ ദൈവം അനുഗ്രഹിക്കും. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കും. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.